എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പരിപ്പ് കറി ഉണ്ടാക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് അളവിലാണ് തോരപ്പരിപ്പ് എടുത്തിരിക്കുന്നത്. തോരപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിലാണ് നിങ്ങൾക്ക് പരിപ്പ് ആവശ്യമിച്ചാൽ ഇതുപോലെ എടുത്താൽ മതി. കാരണം നമ്മൾ നന്നായി കുതിർത്തിയതിന് ശേഷമാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ പരിപ്പ് നന്നായിട്ടൊന്ന് പെരുകും കേട്ടോ. കുതിർത്തി കഴിഞ്ഞാൽ ഏത് പയർ വർഗ്ഗങ്ങളും പെരുകുമല്ലോ. അത് മാത്രമല്ല പരിപ്പിലൊക്കെ നിറയെ ചളി ഉണ്ടാവും. അതെല്ലാം നന്നായിട്ട് വൃത്തിയാവും കേട്ടോ കുതിർത്തിയതിന് ശേഷമാണെങ്കിൽ. ഞാനൊരു 1-1.5 മണിക്കൂറിന് ശേഷമാണ് പരിപ്പ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് 2-3 വട്ടം നന്നായിട്ട് കഴുകണം കേട്ടോ. പരിപ്പ് പയർ വർഗ്ഗങ്ങൾ മാത്രമല്ല നമ്മുടെ അരിയിലും നല്ലോണം അഴുക്കുണ്ടാവും. അത് ഇതുപോലെ കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ അരിയിലത്തേക്ക് നല്ലോണം അഴുക്ക് പോയി കിട്ടും കേട്ടോ. ചോറിൽ അങ്ങനെ ഒട്ടലൊക്കെ മാറിക്കിട്ടും. നല്ലതാണ് അതുപോലെ കുതിർത്തിയിട്ട് ചോറ് വയ്ക്കുന്നത്. ഞാനിതാ പരിപ്പ് നന്നായി ഒന്ന് 2-3 വട്ടം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലോണം പരിപ്പ് ചീർത്ത് വന്നിട്ടുണ്ട്. ഇത് കറി വെച്ച് കഴിഞ്ഞാൽ കറി നല്ല ടേസ്റ്റും ഉണ്ടാവും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ ആവശ്യമായ ഒരു തക്കാളി, ഒരു വലിയ സവാള, ഇത് നമ്മൾ പരിപ്പ് വേവിക്കുന്നതിനോടൊപ്പിട്ട് വേവിക്കാനുള്ളതാണ്. കുക്കറിൽ ഇട്ട് കൊടുത്ത് 2 വിസിലായിട്ട് അടിക്കേണ്ടത്, നന്നായിട്ട് വെന്ത് കിട്ടും. കാരണം നമ്മുടെ പരിപ്പ് നല്ലോണം കുതിർന്നതാണല്ലോ. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും സവാളയും ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം പരിപ്പ് വേവിച്ചെടുക്കാൻ. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ഏത് കപ്പിനാണോ പരിപ്പെടുത്ത് അതിന് തന്നെ 2 കപ്പ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടല്ല നമ്മൾ ഈ പരിപ്പ് കറി ചെയ്യുന്നത്. നല്ല തിക്ക് ആയിട്ടുള്ളതാണ്, കട്ടിയായിട്ടുള്ള പരിപ്പ് കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചപ്പാത്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 2 വിസിലടിച്ചപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. 2 വിസിലടിച്ച് സാധാരണ പരിപ്പൊക്കെ വേവാറുണ്ട്, പക്ഷെ ഇതൊന്ന് ആ മയത്തിൽ ഇങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പരിപ്പിന് അധികം വേവൊന്നുമില്ല, പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും നമ്മളിങ്ങനെ കുതിർത്തിയിട്ടൊക്കെ വെക്കുമ്പോൾ. പിന്നെ പരിപ്പിൻ്റെ അളവ് കൂടുകയും ചെയ്യും, ഒരു പെരുക്കം കിട്ടും കേട്ടോ കറിക്ക്. അപ്പം നമ്മുടെ പരിപ്പും തക്കാളി ഉള്ളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി കുറച്ച് ഇട്ട്, അധികമൊന്നുമില്ല, 3 കൂടി ഒന്നിച്ച്. ഒരു പച്ചമുളക് ഞാൻ അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നു കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇടാൻ പാട്, പൊടി കരിയരുത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലോണം എന്താ പറയുക ചൂടായിരിക്കുകയല്ല, അപ്പോൾ കത്തിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആകെ കരിഞ്ഞു കൂട്ട പൊടികൾ. അപ്പോൾ അതുകൊണ്ട് എന്നും കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കാൻ. അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിത്തലയും കൂടി നമ്മുടെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ വെള്ളം ഞാൻ ചേർക്കണില്ല, വെള്ളം അധികം ഒഴിക്കരുത്. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇത്ര മതി. അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിത്തല കൂടി ഇട്ട് കൊടുക്കണം. ഈ പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മല്ലിത്തലയാണ് കേട്ടോ. അത് ഇടാതിരിക്കരുത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന മെയിൻ ഒരു താരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ പരിപ്പ് കറിയുടെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. ഇഷ്ടമായിച്ചാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും ടാറ്റ.